അങ്ങനെ അമ്മ ഹാള് തുടച്ചു കഴിഞ്ഞു. അടുത്തത് എന്റെ ബെഡ്റൂമിലേക്കാണ് പോയേക്കുന്നത്, അല്ലേ അമ്മേ? അങ്ങനെ എന്റെ മിന്നുക്കുട്ടി അവിടെ ഇരിക്കുന്ന കണ്ടോ കൂട്ടുകാരെ നിങ്ങള്? എന്റെ മിന്നുക്കുട്ടിയാണ് ആ പാവക്കുട്ടി കേട്ടോ. എനിക്ക് പണ്ടേ പാവക്കുട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് എത്ര പാവക്കുട്ടി മേടിച്ചെന്നാലും എനിക്ക് മതിയാവത്തില്ല. പാവക്കുട്ടിയും പിന്നെ മത്തങ്ങ കണക്കിരിക്കുന്ന ബലൂണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടം തന്നെ, ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ അമ്മ ഹാളെല്ലാം തുടച്ചു തീർന്നു ഇരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് ബോറടിക്കുന്നത് ഞാൻ കുറച്ച് സംസാരിക്കാന്ന് വെച്ചു. വേറൊന്നുമല്ല, പലരും പറയും ഈ പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും അങ്ങോട്ട് വൃത്തിയാക്കി ഇടാൻ പറ്റത്തില്ലെന്ന്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാനും വളരെ കൊച്ചായിരുന്നു. നമ്മൾ കൊച്ചിലെ പഠിക്കുന്ന ശീലങ്ങളാണ് എത്ര വലുതായാലും പ്രായമായാലും നമ്മളത് ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കൊച്ചായിരുന്ന സമയത്ത് എന്റെ അമ്മയായാലും അച്ചാമ്മയായാലും അച്ചാച്ചനായാലും എന്നെ വൃത്തിയുടെ കാര്യത്തിൽ എന്നെ അടിച്ച് തന്നെ പഠിപ്പിച്ചിട്ടോ. നമ്മളിപ്പോ എല്ലാ വീടിക്കും ഞാൻ പറയാനുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ സെറ്റിക്കകത്തായാലും കയറി കാലും വെച്ച് ഇരിക്കുമായിരുന്നു കൊച്ചിലെ. അപ്പോഴേ എന്നെ അടിക്കും. അമ്മയായാലും എന്റെ അച്ഛനാണെങ്കിൽ പിന്നെ സ്ട്രിക്റ്റാ. അച്ഛനായാലും അപ്പോഴേ വന്ന് കയ്യിൽ എന്തുവാണ് കിട്ടുന്നത് അടിക്കും. അടിച്ചിട്ട് കുറെ മേലാൽ ഇരിക്കുമ്പം അങ്ങനെ ഇരിക്കരുത്, കാല് താത്തിട്ട് ഇരിക്കണം. പിന്നെ എനിക്ക് പിന്നെ ഞാൻ സെറ്റിക്കകത്ത് എപ്പോ കയറി ഇരുന്നാലും എനിക്ക് ആ ഓർമ്മയാണ്, അയ്യോ എന്റെ അച്ഛൻ എന്നെ ഇപ്പൊ അടിക്കാൻ വരെ എന്നൊരു ഓർമ്മ. അതുപോലെ തന്നെ നമ്മള് പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഫിഫ്റ്റിയിലൊക്കെ പിള്ളേർ കുത്തി കളിക്കുമ്പോഴായാലും അതിനായാലും നമ്മള് ആദ്യമേ അങ്ങനെ ആയിരിക്കും, അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ നമ്മൾ തുടക്കുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒരു വീടെന്ന് പറഞ്ഞാൽ അടുക്കും ചിട്ടയും വൃത്തി ഉണ്ടെങ്കിൽ ആ വീടിന് എത്ര ചെറിയ വീട് ചെറ്റക്കുടിലായാലും ആ വീട് മനോഹരമായിരിക്കും. ഓക്കെ, എപ്പോഴും എല്ലാവരും ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് തൂപ്പാണ് കേട്ടോ. അപ്പൊ അമ്മ അവിടെ അകത്ത് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്നെ കൊണ്ട് ഒക്കുന്ന ചെറിയൊരു സഹായം തൂത്ത് കൊടുക്കാന്ന് വെച്ചു. കാരണം അമ്മയെ കൊണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേ അമ്മ കുഴഞ്ഞു പോകും. സമയം അങ്ങ് പെട്ടെന്ന് പോകും. ഇവിടെ ഈ ചെറിയ ഇലയുണ്ട്. അപ്പൊ ഇല്ല പുളിയില കണക്കുള്ള ഇലയത്. അതിങ്ങനെ കൂടുതൽ വീണ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് തൂക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്റർലോക്കല്ലേ, അത് ബുദ്ധിമുട്ടാ, പോവാൻ പാടാത്. പിന്നെ എനിക്കാണെങ്കിൽ അധികം ബലം കൊടുക്കാൻ വയ്യ, വേദനയുണ്ട് കേട്ടോ. അതാണ് പ്രശ്നം. പിന്നെ അമ്മയാണെങ്കിൽ അകത്ത് തുടച്ചിട്ട് വന്നിട്ട് തൂക്കാന്ന് പറഞ്ഞാൽ അത്രയും സമയം അങ്ങ് പോകും. ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കുമ്പോഴും ഡോക്ടർ പിന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞായിരുന്നു അധികം നിൽക്കരുതെന്ന്. ഒരുപാട് നേരം നിൽക്കുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലും നമ്മള് കാലിന് ബലം കൊടുക്കുമ്പോൾ നല്ല